വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. എസ്ഐ നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. CV അനുമോദ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, അക്രമാസക്തമായ മാർച്ച്, പോലീസ് ലാത്തി വീശുന്നതടക്കം ദൃശ്യങ്ങളിൽ കണ്ടു. നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ആര്യ, നേരത്തെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമായിരുന്നു നുഹ്മാന്റെ വീടിന് അടുത്ത് വെച്ച് നടന്നത്. വീട്ടിലേക്കുള്ള വഴി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ആദ്യം ഉന്തുതള്ളുമായി, തുടർന്ന് ലാത്തി വീശുന്ന സാഹചര്യമായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മൂതൂരടക്കം 4 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയി, അതുപോലെ അബിൻ വർക്കി തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ ഒരു മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. വലിയ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസും അതിനുള്ള സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. 3 തവണ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. പോലീസിന്റെ ഷീൽഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പലതവണ ഉന്തും തള്ളുമുണ്ടായി. വലിയ സംഘർഷത്തിന്റെ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ DCC പ്രസിഡന്റായ VS ജോയും ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. നുഹ്മാനെ യൂണിഫോം ഇട്ട് ഇതുവഴി ഈ മലപ്പുറം ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല. നുഹ്മാൻ അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസും നൽകുന്നുണ്ട്. കാരണം ഈ കാര്യത്തിൽ സുജിത്ത് എന്ന ആ യുവാവിന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അധികം ബാധിക്കുന്ന, കേൾവിശക്തിയെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പരിക്ക് സാഹചര്യങ്ങൾ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായ നഷ്ടപരിഹാരം വേണം. ഒപ്പം തന്നെ ഈ പീഡകന്മാരായ അല്ലെങ്കിൽ മർദ്ദകന്മാരായ ഈ പോലീസുകാർക്കെതിരെ കർശന നടപടികൾ, മാതൃകാപരമായ നടപടി എടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നൽകുന്നത്. എന്നാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നുഹ്മാന്റെ വീടിന് മീറ്ററുകൾക്ക് അകലെ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. അബിൻ വർക്കി സംസാരിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു നേതാക്കളുടെ അഭിസംബോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ വീണ്ടും സംഘർഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആര്യ, CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ SI നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്കാണ് മാർച്ച് നടന്നത്. ഈ മാർച്ച് അക്രമാസക്തമായി, പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. ശേഷം ഉന്തും തള്ളും ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം അതടക്കം പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. CV അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അതേസമയം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. 10 പ്രതികളായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും. തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം വ്യാപകമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മാത്രമല്ല, ഈ പ്രതികളായ 4 പോലീസുകാർ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്കും ഈ 10-ാം തീയതി മാർച്ച് നടത്തും, പ്രതിഷേധ മാർച്ച് നടത്തും. ആഭ്യന്തര വകുപ്പ് ഈ കേസിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ വേണ്ട തരത്തിൽ ഈ കേസിനെ ഗൗനിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. അതേസമയം ഈ 4 പേർക്ക് അവരുടെ 3 വർഷത്തെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുകയും 2 വർഷത്തെ ഇൻക്രിമെന്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. ഒരു നടപടിയിൽ ഒരു 2 ശിക്ഷ, 2
2 വകുപ്പ് തല ശിക്ഷ നടക്കില്ല, അതിന് നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം 2023 ഏപ്രിൽ 5-നാണ് സുജിത്തിനെ മർദ്ദിക്കുന്നത്. 2.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശം വഴിയാണ് സുജിത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ നേടിയെടുക്കുന്നത്. അതിനുശേഷമാണ് ഇത്ര അതിക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നത്. IPC 323 മാത്രമാണ്, അതായത് കൈകൊണ്ടിടിച്ചു എന്നുള്ള വകുപ്പ് മാത്രമാണ് പോലീസിനെതിരെ ചുമത്തിയിരുന്ന കേസ്. അതാണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചിട്ടും അതല്ലെങ്കിൽ സുജിത്ത് വ്യക്തമാക്കുന്നതും അനുസരിച്ചിട്ട് ഇയാളുടെ തലയ്ക്കൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് സുജിത്തിനെ ഏൽക്കേണ്ടി വന്നത്. അതിനുശേഷം സുജിത്തിനെ കേൾവിക്കുറവുണ്ടായിട്ടുണ്ട്. മർദ്ദനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസിൽ ഇടപെട്ടിട്ട് പോലും ആഭ്യന്തര വകുപ്പ് അത് വേണ്ട വിധം ഈ കേസ് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് വ്യാപകമായിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും സുജിത്തിന്റെ ഭാഗത്തുനിന്നും ഈ പോലീസുകാർ 20 ലക്ഷം രൂപ കേസ് ഒതുക്കി തീർക്കാൻ 20 ലക്ഷം രൂപയോളം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലും VS സുജിത്ത് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ട്രാൻസ്ഫർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ചു കാലം സസ്പെൻഷനും ഇവർക്ക് ട്രാൻസ്ഫർ നൽകിയതാണ്. അതല്ല, ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതാണ്. അതുമാത്രമല്ല, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ ഈ മർദ്ദനം നടന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് കൂടി പോലീസിനെതിരായി വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് മർദ്ദിച്ചു, അല്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനമാണ് 3-ാം മുറയാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിപ്പോഴും പല പോലീസ് സ്റ്റേഷനിലും ഇത്തരം മർദ്ദനമുറ തുടരുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുമായിട്ടാണ് VS സുജിത്ത് രംഗത്തെത്തിയതും. അതും 2.5 വർഷം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ പറയുന്ന വിവരാവകാശം വഴിയാണ് ഈ നമുക്ക് ലഭ്യമായിട്ടുള്ള, അതല്ലെങ്കിൽ ഈ പോലീസുകാർ മർദ്ദിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ നമുക്ക് നാട് മുഴുവൻ പ്രചരിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടായത്. ഇതിലൂടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച എന്താണ്, അല്ലെങ്കിൽ പോലീസ് ഏതൊക്കെ ക്രൂരമായ തരത്തിലാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നതും അതിനൊരു പൊതുബോധ്യമുണ്ടാകുന്നതും അങ്ങനെയാണ്. അതിനുശേഷവും സുജിത്ത് പറയുന്നൊരു കാര്യം, ഈ പൂർണ്ണമായ ദൃശ്യങ്ങളില്ല, പല ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ വഴി മുതൽ സുജിത്തിനെ മർദ്ദിക്കുന്നുണ്ട്. സുജിത്തിനെ വീടിനടുത്ത് മദ്യപിച്ച് യുവാക്കൾ പ്രശ്നമുണ്ടാക്കുന്നു എന്ന പരാതിയുമായി ബന്ധപ്പെട്ട് 3 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും സമീപത്ത് താമസിക്കുന്ന സുജിത്ത് അതിനെ തടയുകയും ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾ. അത് വീണ്ടും സുജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയെന്ന്, അവിടുന്നാണ് സുജിത്തിനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതും അത് ക്രൂരമായ പോലീസ് മർദ്ദന മുറയ്ക്ക് സുജിത്ത് ഇരയാകേണ്ടി വന്നതും അങ്ങനെയാണ്. എന്തായാലും സംസ്ഥാനമൊട്ടാകെ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് KPCC പ്രസിഡന്റ് സുജിത്തിനെ തൃശ്ശൂർ DCCയിലെത്തി സുജിത്തിനെ സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രതിഷേധം ഏതൊക്കെ തരത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ KPCC തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അതേസമയം പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നും അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചുവിട്ടത്. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. ഇതൊരു പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. നിസ്സാരമായ ഒരു കാരണത്തിൻ്റെ പുറത്താണ്. അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടു ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്, ഏത് എക്സ്ട്രീമിലേക്കും പോകും. കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്ന FIR. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നും നേരിട്ട് പരാതിക്കാരില്ലെന്നും FIR-ൽ പറയുന്നു. 10 പരാതികളിലാണ് അന്വേഷണം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവരെ രാഹുൽ പീഡിപ്പിച്ചുവെന്നാണ് FIR. ഗർഭചിത്രം നടത്തിയ യുവതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകാതെ നേരിൽ കാണുമെന്നാണ് സൂചന.
പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരിട്ട് പരാതിക്കാരില്ലാത്ത കേസാണ്. 5 പേരുടെ പരാതികളിലാണ്. പക്ഷേ ഈ നേരിട്ട് പരാതിക്കാരെന്ന് പറഞ്ഞാൽ ഇരകളുടെ പരാതി ലഭിച്ചിട്ടില്ല. പക്ഷേ 5 പേരുടെ പരാതികളുണ്ട്. 5 പേരെ മൂന്നാം കക്ഷികളാക്കിക്കൊണ്ടാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 78(2), 351, പോലീസ് ആക്ട് 120 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR കഴിഞ്ഞ ദിവസം കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു. സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശമയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും FIR പറയുന്നു. ഈ FIRന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നത്. ഇരകളുടെ അടക്കം മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം യോഗം ചേർന്ന് ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന കാര്യത്തിൽ ധാരണയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരന് കൂടി ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാൾ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം പരാതിയുമായി മുന്നോട്ട് പോകാൻ നിയമ നടപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന വസ്തുതയാണ്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തിയ 2 യുവതികളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ 2 പേരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവർ 2 പേരും പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വൈകാതെ ഈ യുവതികളെ നേരിൽ കണ്ട് ഇതിന്റെ വസ്തുതകൾ ചോദിച്ചറിയാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഓണ അവധിക്ക് ശേഷമാകും ഈ കേസിന്റെ തുടരന്വേഷണം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുക, അവരുടെ പരാതി ഉണ്ട് എന്ന് ഉറപ്പിക്കുക. ഇതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുമെന്ന സൂചനകളും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ്, അതിൽ താൻ വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ കൂടിയാലോചിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ്. അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിൻ്റെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഇതുകൂടിയാണ്.